ഇന്നേ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോണേ. അപ്പോൾ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അവിടെ തന്നെ ഒരു ചെറിയൊരു ഹാളുണ്ടായിരുന്നു. അപ്പോൾ ഹാളിൽ വെച്ച് വീട്ടിലും കുറച്ച് അടുത്തുള്ള അയൽവക്കക്കാരുമായിട്ട് ചെറിയൊരു പിറന്നാൾ വിശേഷം കേട്ടോ നിങ്ങളായിട്ട് വന്നത്. ഇത് അവളുടെ ആദ്യത്തെ പിറന്നാളാണ്. പിറന്നാളല്ല, ബർത്ത്ഡേ ആയിരുന്നു. ഇപ്പോൾ പാറു എന്നൊന്നും എഴുതി നമുക്ക് നോക്കണ്ട, വീട്ടിൽ വിളിക്കുന്ന പേരാ വൈദേഹി എന്നാണ് പേര്. അവൾ ആദ്യമൊക്കെ തൊപ്പി വെച്ച് കുറേ നേരം നിന്നു. പിന്നെ അവളുടെ സ്വഭാവം അങ്ങ് മാറി. തൊപ്പിയൊക്കെ ഊരി പള്ളിയിൽ കളഞ്ഞു. അതുകൊണ്ട് തൊപ്പിയൊന്നും വെച്ചിട്ടുള്ള കേക്ക് കട്ടിങ് നടന്നില്ല. കണ്ടോ, വാശിയാണ്. വാശി അത് കൈ കിട്ടി അങ്ങനെ വെച്ചോണ്ടിരിക്കണം. അവർക്ക് ഇത് എന്താ സംഭവം നടക്കുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ, കുഞ്ഞു കൊച്ചല്ലേ. കട്ട് ചെയ്യാൻ നേരത്ത് മാത്രം ബഹളം വെച്ചില്ല. അത് അവിടെ കിടന്ന് ഇങ്ങനെ അതെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അടുത്ത ഒരു വയസ്സ് കൂടിയൊക്കെ ആകുമ്പോൾ എന്താ സംഭവം എന്നൊക്കെ അവൾക്ക് മനസ്സിലാവും. അപ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നേ ഉള്ളൂ. നമ്മുടെ യാത്രാ വീഡിയോ അല്ലായിരുന്നു ഇത്. അത് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് തന്നെയാണ്. ചെറിയ ചെറിയ യാത്രകളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവൾ കേക്കൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാട്ടോ. അവൾ എല്ലാ സാധനവും കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഞാൻ ഇച്ചിരി കേക്ക് കൊടുത്തു. അവൾ ആദ്യം ടേസ്റ്റ് വെക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ പിന്നീട് കഴിക്കുകയുള്ളൂ. അതാണ് ആദ്യം ഒന്ന് നോക്കും, നുണഞ്ഞു നോക്കും. ഇഷ്ടപ്പെട്ട പിന്നെ കഴിച്ചോളും. അപ്പോൾ ഞാൻ കേക്ക് മുറിച്ചു, എല്ലാവർക്കും കൊടുത്തു, പിള്ളേർക്ക് കൊടുത്തു. കൊച്ചുനാരായണനും ശ്രീകുട്ടിയൊക്കെയാണ് കൂടെ ഉള്ളത്. അവർക്ക് കൊടുത്തു. അവരൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. ഇത് അമ്മുവാണ് കേട്ടോ, ഓപ്പോളുടെ ഇളയ കൊച്ച്. അങ്ങനെ അവൾക്കെല്ലാവർക്കും കേക്ക് വായി വെച്ച് കൊടുക്കുവാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും കൊടുക്കുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് കഴിച്ചോളും. ഒരു മടിയില്ല. ചില സാധനങ്ങൾ മാത്രമേ കഴിക്കത്തില്ലാത്തുള്ളൂ. വയറ് നിറഞ്ഞാൽ പിന്നെ കഴിക്കത്തുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ വെച്ച് വളർന്നു വരുന്നത്. അപ്പോൾ എല്ലാവരും അവൾക്ക് കേക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. അവളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ബർത്ത്ഡേ വീഡിയോ ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ നമ്മൾ ഇന്നലെ ഈ അലങ്കാരപ്പണികളൊക്കെ തലേ ദിവസം ചെയ്തതായിരുന്നു. ബലൂണൊക്കെ മേടിച്ചു. അതൊക്കെ നമ്മൾ ഓൺലൈൻ വഴി മേടിച്ചായിരുന്നു. പക്ഷേ നമ്മളെ ഓൺലൈൻ ആമസോൺ ആയിരുന്നു. ആമസോൺ ഡെലിവറി നമ്മൾ ചതിച്ചു, നമുക്ക് തന്നില്ല. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. നമ്മളിപ്പം അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു, കേക്കൊക്കെ മേടിച്ചു. കേക്കൊക്കെ മേടിച്ചത് അപ്പോൾ സൃഷ്ടി എന്നായിരുന്നു കേട്ടോ. മുമ്പ് സൃഷ്ടിയുടെയൊക്കെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, മൂന്നാർ ടാറ്റയുടെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ആദ്യത്തെ പെട്ടി പൊട്ടിച്ചായിരുന്നേ. ഇത് ഡയറി മിൽക്കിൻ്റെ ഒരു പാക്കാണ്. ഞങ്ങൾ ഒരു ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും മിഠായി കിട്ടുന്നത്. ഡയറി മിൽക്ക് മൊത്തം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് തീർന്നു. പിന്നീട് ഞങ്ങൾ ഓരോന്നായിട്ട് പൊട്ടിക്കാൻ തുടങ്ങി. പൊട്ടിച്ചത് കൊച്ചിന് കളിക്കാനുള്ള കിച്ചൺ സെറ്റാട്ടോ. ഇത് പിന്നെ ശ്രീകുട്ടിക്ക് കൊടുത്തു. അവളിങ്ങനെ ഈ സാധനം കൊണ്ട് കളിച്ചെടുക്കും. അവൾക്ക് കാറുകളോടൊക്കെയാണ്, കാറൊക്കെ ഉന്തിക്കൊണ്ട് നടക്കും. അപ്പോൾ പിന്നെ ഇത് അവളിങ്ങനെ കളിക്കില്ല. കുറച്ച് നേരം വെച്ചിട്ട് അവൾ പിന്നെ ഇട്ടിട്ട് പോകുള്ളൂ. പിന്നെ കുറേ ഉടുപ്പ് കിട്ടി കേട്ടോ. എല്ലാം നല്ല ഉടുപ്പുകളായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോ പറയും, നമ്മൾ ഓരോ ഉടുപ്പ് ഇനി ഓണത്തിന് മേടിക്കുന്ന ഓണത്തിൻ്റെ അടിപൊളി ഡ്രസ്സ് കേട്ടോ. ഓണത്തിന് ഇടാൻ പറ്റിയ തരത്തിലൊരു ഉടുപ്പ്, ക്രിസ്മസിന് ഇടാൻ പറ്റിയ ഉടുപ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഉടുപ്പ് കിട്ടി കേട്ടോ. എല്ലാം നല്ല ഉടുപ്പുകളായിരുന്നു കേട്ടോ തന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കേട്ടോ പാറുവിന് കൊടുത്ത വീട്ടുകാരും അയൽവക്കത്തുള്ളവരും വന്നവരെല്ലാവരുമായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടിച്ച്, അപ്പോൾ എല്ലാവരും ഇവർ പൊട്ടിക്കുന്നതൊക്കെ കിട്ടിയപ്പോൾ തന്നെ പൊട്ടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വന്നിട്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാമെന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തി. വൈകുന്നേരം ആയപ്പോഴാണ് എല്ലാം പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഉടുപ്പുകളാണ് കേട്ടോ പാറുവിന് കിട്ടിയത്. നല്ല രസമുണ്ട് എല്ലാ ഉടുപ്പും കാണാൻ. അങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് വന്നു. ഇത് മരിയ ടെക്സ്റ്റ്, നമ്മുടെ കുഞ്ചിത്തണ്ണിയിലുള്ള കേട്ടോ. അങ്ങനെ ഓരോ ഉടുപ്പുകളും പൊട്ടിച്ചു. പിന്നെ കുറേ പാവകളൊക്കെ കിട്ടിയേ. പാവകളോടൊക്കെ വലിയ താല്പര്യം. പാവയൊക്കെ ഇട്ട് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് കളിപ്പിക്കും. അപ്പോൾ ഇതും ഒരു ഉടുപ്പാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. എല്ലാ ഉടുപ്പും ഒന്നിനൊന്നും നല്ലതായിട്ടാട്ടോ എല്ലാവരും കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽ
ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് അപ്പു ആണ് കേട്ടോ ഇങ്ങനെ ഓരോന്നിടത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ചാടുന്ന എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ കൊച്ചിന് കഴിക്കാൻ കൊണ്ടുപോയ ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അവൾക്ക് വിശന്നാലോ എന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ മിഠായി ആണെന്നാണ് ഞങ്ങൾ കരുതി. പക്ഷെ അതിനകത്ത് ശരിക്കും മിഠായി അല്ലായിരുന്നു, പാവയായിരുന്നു. നല്ല പാവയാണ് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഒരു കരടിക്കുട്ടനായിരുന്നു കേട്ടോ ആദ്യം കിട്ടിയ പാവ. ഇത് കരടിക്കുട്ടനല്ല, ഇത് എന്താ താറാവാണോ കോഴിയാണ്, കോഴിക്കുഞ്ഞ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കോഴിക്കുഞ്ഞിനെ. പക്ഷെ അവൾക്കത് ഇഷ്ടമായില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റുണ്ട്, ഒരു കരടിക്കുട്ടൻ വളരെ ഇഷ്ടപ്പെട്ടു അവൾക്ക് കേട്ടോ. ഏതെങ്കിലും കൊച്ചുങ്ങൾക്ക് എനിക്കും കൊണ്ടുപോകും. ഇത് കൊള്ളാം. ക്രിസ്മസ് ക്രിസ്മസിനാ കളിപ്പാട്ടം വാട്ടർ ബോട്ടിൽ H2O വാട്ടർ. പുന്നല് കണ്ട കാണണോ? പുന്നല് കണ്ട കൊച്ചിന് എവിടെ ചെയ്യാം? കയ്യിലിട്ട് കൊടുത്തു. വീട്ടിലെ ഒച്ചപ്പാടും ബഹളമൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഇത്രയും നേരം കുറേ നേരം ഞാൻ മൂട്ടിയിട്ടു. പിന്നെ ഞാനിനി എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത് ഞാൻ ഈ വീട്ടിലെ ഒച്ചപ്പാടും കേൾപ്പിച്ച കേട്ടോ. ഒരു സംസാരമാണ് വീട്ടിലെ. ഇതാണ് അവസാനത്തെ നല്ലൊരു ആന, വലിയ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നോളും. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാവേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും പിന്നെ പാറുവിനെ എല്ലാവരും വിഷയം ചെയ്യണം കേട്ടോ.
ഞാൻ നേരത്തെ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. കുറച്ച് പേരൊക്കെ വിഷ് ചെയ്തവരെല്ലാവർക്കും താങ്ക് യു. പിന്നെ വീഡിയോ കണ്ടവർ താങ്ക് യു ഫോർ വാച്ചിങ്.